ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ബിറ്റ്കോയിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ വലിയ രീതിയിലുള്ള ഒരു ഡമ്പാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളത്. കറൻലി ബിറ്റ്കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു $57,400 അടുപ്പിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഇത്രയും വലിയൊരു ഡംപ് ഉണ്ടായിട്ടുള്ളത്, ഇനിയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളിൽ നിന്ന് താഴത്തേക്കാണ് പ്രൈസ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും നമുക്ക് ഡംപ് ആയതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ വീക്ക്ലി ഉള്ള ട്രെൻഡ് ലൈനാണ്. സോ വീക്ക്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതുവരേക്ക് മൂവ് ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ട്രെൻഡ് ലൈൻ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു $52,000 റേഞ്ച് വരേക്കൊക്കെ, അല്ലെങ്കിൽ ഒരു $52,500 വരേക്കൊക്കെ ഒരു ഡംപ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് പ്രൈസ് താഴത്തേക്കാണ് പോകുന്നതെങ്കിൽ വളരെ വലിയ രീതിയിലേക്കുള്ള മറ്റൊരു ഡംപും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് അസ് യൂഷ്വൽ ചെയ്തതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഒരു പക്ഷേ മേലേക്കും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി 11:00 US FOMC മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് സംബന്ധമായിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ഇന്നലെയായിരുന്നു അവർ അനൗൺസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ നമ്മൾ അപ്പോൾ തന്നെ ടെലഗ്രാമിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഒരു 11:30 ആയപ്പം അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് FOMC മീറ്റിങ്ങിന് ശേഷം അവർ യാതൊരുവിധ രീതിയിലേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കുകൾ കൂട്ടാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അതേ രീതിയിലേക്ക് തന്നെ തുടരാനാണ് ഇന്നലത്തെ FOMC മീറ്റിങ്ങിൽ വന്നിട്ടുള്ള ഡിസിഷൻ. സോ മാർക്കറ്റ് മെയിനായിട്ട് ഡംപായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു FOMC മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ആളുകൾ പലരും സെല്ല് ചെയ്തിട്ടുള്ളത്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു ഡിസിഷൻ പോലും മാർക്കറ്റിന് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതുപോലെ തന്നെ ഇന്നലെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിൻ്റെ ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം FOMC ചെയർമാനായിട്ടുള്ള പവലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു സ്പീച്ചും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് FOMCയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെഡിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ 2% താഴുന്നത് വരെ അവർ ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കും കാര്യങ്ങളൊക്കെ തുടരാനാണ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്യാവശ്യം ബിയറിഷ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി വരും മാസങ്ങളിലുള്ള CPI ഡാറ്റ വളരെ വളരെ ക്രൂഷ്യലാണ്. CPI ഡാറ്റ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും മേലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുവാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ബിറ്റ്കോയിൻ്റെ ഈ ഒരു കറക്ഷൻ വന്നതുകൊണ്ട് തന്നെ പല ആൾട്ടുകളും അതിഭീമമായിട്ടുള്ള രീതിയിലും ഇടിവ് പറ്റിയിട്ടുണ്ട്. സോ DCA ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു ചാൻസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പ്രൊജക്റ്റുകളിൽ എൻട്രി എടുത്ത് വെക്കാവുന്നതാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. സോ ഓരോ ഡിപ്പിലും നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ലോസ് വരാനുള്ളൊരു പോസിബിലിറ്റിയും വളരെ വളരെ കുറവാണ്. ലോങ് ടൈം വിഷൻ വെച്ച് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു അവസരവും കൂടിയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്ര അപ്ഡേറ്റുകളൊക്കെയാണ് തരാനായിട്ടുള്ളത്. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.